വെൽക്കം ടു ലൈഫ് ബോഗൻവില്ല. ഇന്ന് ഞങ്ങൾ ഒരു ടെലിപ്പതി ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ടെലിപ്പതി ചലഞ്ചിൽ ഞാനും ഡോർഫിനുമാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വെക്കണം, ടെലിപ്പതി ചലഞ്ച് ചെയ്യണമെന്നാ വിചാരിച്ചത്. പക്ഷെ ഐറ്റംസ് കുറഞ്ഞുപോയില്ലേ? നമ്മൾ എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യാണ്. ഇനി ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ജഡ്ജ് ആരാണ്? റബേക്കയാണ് ഇതിന്റെ ജഡ്ജ്. ക്യാമറ അപ്പൊ നമ്മളിത് ഞാനും പപ്പ ഇവിടെ ഇരിക്കുമ്പോ ആരാ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പോണേ? എമ്മിക്കുട്ടിയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ടെലിപ്പതി ചാനലിലേക്ക് പോവാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ടെലിപ്പതി ചാനലിലേക്ക് പോവാം അല്ലേ? ഇപ്പൊ ഞാൻ പറയാൻ പോണത് കൊക്കക്കോള മിറിന്റെ. ഓക്കെ എടുത്തോ. പപ്പ സെലക്ട് ചെയ്യാൻ പോകുന്നത് കാരണമുണ്ട്. പൊക്കി കാണിക്കണ്ടേ? ഇപ്പൊ കാണിക്കല്ലേ? ഞാൻ അമ്മ സെലക്ട് ചെയ്തല്ലേ എടുക്കണ്ടേ? ഓക്കേ ശരി. ഓക്കെ, ഇതായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാണാൻ പറ്റുമല്ലോ. പപ്പ സെലക്ട് ചെയ്യുന്നത് ഇതായിരിക്കും. ഇപ്പൊ പൊക്കി കാണിക്കരുതേ. സാധാരണ എങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇത് രണ്ടും വരികയാണെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കേ, ഞാൻ പറയട്ടെ. എലിസയ്ക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും എടുക്കാൻ ചാൻസ്. ഇനി എന്റെ ഇഷ്ടം ഇതാണ്, എന്റെ ഇഷ്ടം ഇതാണ്. രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ ഇതാക്കാനാണ് ചാൻസ്. ഓക്കെ, എനിക്ക് കറക്റ്റ് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഇതായിരിക്കും കൂടുതൽ. ഇനി ഒരു മിനിറ്റ്, ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്ന് പൊക്കിക്കേ. പൊക്കട്ടെ. പപ്പയാണെങ്കിൽ ഇതാണ്, പപ്പാണെങ്കിൽ ഇത്. ഞാനിതെടുക്കോളൂ. നീ കൊക്കോള എടുക്കോളാ? അല്ല, ഇത് മിറിന്റെയാണ്. ഞാൻ മിറിന്റെയാണ് എടുക്കോളൂ. ഞാൻ കൊക്കോളയല്ല മിറിന്റെ എടുക്കോളൂ. മിറിന്റെ എടുക്കോളൂ. താൻ എപ്പോഴും പക്ഷെ ഡോഫിൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മിറിന്റെ വേണ്ട, മിറിന്റെ വേണ്ട, മിറിന്റെ ഒക്കെ കളർ മറ്റാണ് മറിച്ചാണ് മിറിന്റെ പൂന്നൊക്കെ. ഇല്ല, ഞാനല്ല പറഞ്ഞേക്കണത്. ഞാൻ കൊക്കോളന്റെ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ മിറിന്റെ എടുക്കോളൂ. മിറിന്റെ ഒരു ഓറഞ്ച് ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണ്. കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ മിറിന്റെ എടുക്കോളൂ. മിറിന്റെ എടുക്കോളൂ. പോയിന്റ് ഇല്ല. അമ്മയുടെ ഒരു പോയിന്റ് ഇല്ല, പപ്പക്കൊരു പോയിന്റ് വേണേ. ഇനി ഞാൻ നോക്കാം. സങ്കടത്തിലില്ലേ കുടിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ചോക്ലേറ്റ് ആണ്. ഇവിടെ ഉള്ളത് മിൽക്കി ബാറും എന്താണ് കിറ്റ്കാറ്റ്. കിറ്റ്കാറ്റ് ആണ് ഉള്ളത്. അപ്പൊ അമ്മക്ക് ഇഷ്ടമുള്ളത് ആദ്യം പപ്പ എടുക്കിപ്പ. അമ്മക്ക് ഇഷ്ടമുള്ളത് അല്ലേ? പൊക്കരുതേ. ഓക്കെ. ഒന്നും പറയാനില്ലല്ലോ റീസൺ? ഇല്ല. ഇനി അമ്മ കാണിച്ചേ. പപ്പക്ക് ഇഷ്ടമുള്ളത്. പപ്പക്ക് ഇഷ്ടമുള്ളത് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് അറിഞ്ഞൂടാ, ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളത് അറിഞ്ഞൂടാ. എനിക്ക് ഞാൻ ചുമ്മാ ഇത് എടുക്കും. ഞാൻ ചുമ്മാ ഇത് എടുക്കുക. ഇനി പപ്പ അതെടുത്തേ കയ്യില്. പപ്പ കാണിച്ചത്. പപ്പ കാണിച്ചത് എടുക്ക്. ഇനി രണ്ടുപേരും പൊക്കിക്കേ. ആണാ? അല്ല, എന്റെ ഇഷ്ടമല്ല. എന്റെ ഇഷ്ടമല്ല. എന്റെ ഇഷ്ടം പറഞ്ഞ ഇവിടെ രണ്ട് സാധനം എന്റെ ഇഷ്ടമല്ല. അങ്ങനെ പറയാം. എനിക്കിഷ്ടം മറ്റേ നമ്മളുടെ ഡയറി മിൽക്ക് ആണ്. ഡയറി മിൽക്കിന്റെ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഡാർക്ക്. ഇതിൽ രണ്ടിലും ആണെങ്കിൽ ഞാൻ മിൽക്കി ബാർ ആണ്. എനിക്ക് കിറ്റ്കാറ്റ് ഇഷ്ടമല്ല. അമ്മക്കൊരു മാർക്ക് വീണ്, പപ്പക്കും ഒരു മാർക്ക്, നേരത്തെ ഒരു മാർക്ക്. അടുത്തത് ഞാൻ പറയട്ടെ. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. പറയാൻ പോണേ. അടുത്തത് നമുക്ക് ഇതിന്റെ കേട് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. നോർമൽ കേടാണോ അല്ലെ എന്ത് ഫ്ലേവർ ആണ്? ഹണി ഫ്ലേവർഡ് യോഗർട്ട് ആണോ പ്ലെയിൻ യോഗർട്ട് ആണോ ഇഷ്ടം അല്ലേ? പപ്പ ഏത് സെലക്ട് ചെയ്യും, ഞാൻ ഏത് സെലക്ട് ചെയ്യും? അങ്ങനെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ആണോ? ആര് പറയണം ഫസ്റ്റ്? ആദ്യം അമ്മ പറഞ്ഞു ഇതില്. ഓക്കെ, സാധാരണഗതിയിൽ കാണുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതായിരിക്കും എന്നുള്ളത്. ഇതായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പം ഓക്കെ അല്ലേ? എന്റെ ഇഷ്ടം ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയല്ലോ ഏതാണെന്നുള്ളത് അല്ലേ? ഇനി പപ്പ. അമ്മയാണെങ്കിൽ ഇതായിരിക്കും എടുക്കുക. എനിക്ക് ഇതായിരിക്കും എടുക്കാൻ ചാൻസ് കൂടുതൽ. ആണോ? ഇനി പൊക്ക്. എന്റെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു.
ചോദിക്കുമ്പോഴാ ഫ്ലേവേർഡ് ആണ് ഇഷ്ടം. പക്ഷെ ഒരിക്കലും ഞാൻ ഡോപ്പി ഫ്ലേവേർഡ് എടുത്ത് കണ്ടിട്ടില്ല. ഫ്ലേവേർഡ് വെച്ചാല് ഞാൻ യോഗട്ട് എടുക്കുമ്പോ യോഗട്ട് എനിക്ക് ഇഷ്ടമല്ല. അല്ല എന്നാലും സ്ഥിരമായിട്ട് പോയാല് അതിനകത്ത് തുറന്നെടുക്കുന്നത് ഇതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് പ്ലെയിൻ ആണല്ലോ, വയറിന് എനിക്ക് നല്ലത് അതായിരിക്കും തോന്നിയതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. റേറ്റിംഗ് കൂടുതലായതുകൊണ്ട് ആണ് ഞാൻ അത് എടുക്കുന്നത്. എന്തോ എങ്ങനെ അപ്പൊ ആ റേറ്റ് കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇത് എടുക്കുന്നപ്പോ നമ്മള് സാധാരണ കാണുന്നവർ എന്താ വിചാരിക്കാം, ഇതാണ് ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് യോഗട്ട് വേണമെങ്കിൽ ഞാൻ ഫ്ലേവേർഡ് എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുമില്ല, വല്ലപ്പോഴും എടുക്കാറുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞ് തെറ്റിപ്പോയി. അപ്പൊ പപ്പക്കൊരു മാർക്ക്, അല്ല പപ്പക്ക് 2 മാർക്ക് വീണിപ്പ, അമ്മക്കൊരു മാർക്ക് തന്നെ. അടുത്ത ചോദിക്കട്ടെ. ഇത് ഇതില് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അതിന്റെ അകത്തുള്ള ചോക്കോസും ലേസാണ് ബിങ്കോയാണ്. ലേസ്. അപ്പൊ ലേസും നമ്മുടെ ചോക്കോസും ഇതിലേതാണ് ആദ്യം പപ്പ പറഞ്ഞോ, ഇതിലേതാണ് നമുക്കിഷ്ടം? ആയിരിക്കും. റീസൺ ഉണ്ടാ? ഇതാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അടുത്ത അമ്മ കാണിച്ചോ. അത് ശരിയായിരിക്കും കേട്ടോ, ഡോപ്പി കാണിച്ചേക്കുന്നത് ശരിയായിരിക്കും. ഡോപ്പിക്ക് ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വലിയ ഇഷ്ടമില്ലാത്ത ഒരു ആളാണ്. നമ്മളെന്തെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട വേണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്നാലും ഇങ്ങനത്തെ ഒരു സാധനമേ ഉള്ളെങ്കിൽ ഇതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ എന്നാണ് ഇത് 2 വരെയാണ് ഇതായിരിക്കും ഓപ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അമ്മക്ക് 2 മാർക്കും പപ്പക്ക് 3 മാർക്കും. അതോടെ ടെലിപ്പതി ചലഞ്ചിലെ നമുക്ക് ഐറ്റംസ് കുറച്ച് കുറവായി പോയി അല്ലേ? കുറച്ച് കുറവായി പോയി, കുറച്ചും കൂടെ ഒക്കെ വേണം. സത്യം, ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യണം. അപ്പൊ ഇനി ചെയ്യുമ്പോ രസമുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ആരാണ് വിന്നർ പറയട്ടെ? യെസ്, പപ്പ. കാരണം മാർക്ക് കാണുമ്പോഴേ അറിയാം പപ്പക്ക് 3 മാർക്കുണ്ട്, നമുക്ക് 2 മാർക്കേ ഉള്ളൂ. അത് തെറ്റിപ്പോയി, കുഴപ്പമില്ല. അമ്മ തോറ്റു പോയി വഴി. പക്ഷെ നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പൊ നമ്മുടെ ലൈക്ക് ബട്ടണിലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് കാണാനായിട്ട് ഇഷ്ടം, ഇതൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.